ശീമക്കിഴങ്ങ് എന്നറിയപ്പെടുന്ന കൂർക്ക ഇത് വൃത്തിയാക്കാൻ നല്ല പാടാണല്ലേ, പക്ഷേ ഇത് കഴിക്കാനും നല്ല രുചിയാണ്. ഈ വൃത്തിയാക്കുന്ന പാടാലോചിച്ച് പലരും ഇത് വാങ്ങിക്കാനും മടിക്കാറുണ്ട്. അതിന്റെ ടേസ്റ്റ് ആണെങ്കിൽ അടിപൊളിയാണ് കേട്ടോ. ഇത് എങ്ങനെ കൈയൊന്നും കറക്കാതെ വൃത്തിയാക്കാമെന്നാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ കാണിക്കാൻ പോകുന്നത്. ഒപ്പം ഇതുകൊണ്ട് നല്ല രുചികരമായ ഒരു നാടൻ കൂട്ടാനും ഞാൻ ഉണ്ടാക്കുന്നുണ്ട്. ആദ്യം ശീമക്കിഴങ്ങിനെ നന്നായിട്ട് കഴുകി അതിന്റെ മണ്ണെല്ലാം കളയണം കേട്ടോ. തലേദിവസം രാത്രിയോ അല്ലെങ്കിൽ രാവിലെ വൃത്തിയാക്കണതിന് 1 മണിക്കൂർ മുമ്പോ വെള്ളത്തിൽ താഴ്ത്തി തന്നെ വെക്കണം കേട്ടോ. വെള്ളത്തിലിട്ട് നന്നായിട്ട് കുതിർക്കാൻ വെക്കണം. തലേദിവസം രാത്രി വെക്കുകയാണെങ്കിൽ കുറച്ചുകൂടെ എളുപ്പമാവും. തലേദിവസം വെള്ളത്തിൽ താഴ്ത്തി വെക്കാൻ പറ്റിയില്ലെങ്കിൽ രാവിലെ വൃത്തിയാക്കണതിന് 1 മണിക്കൂർ മുമ്പ് വെള്ളത്തിൽ താഴ്ത്തി വെച്ചാലും മതി കേട്ടോ. എന്നിട്ട് ഇതുപോലൊരു പ്ലാസ്റ്റിക് കുപ്പി എടുക്കണം. അതിലേക്ക് കുറച്ച് കൂർക്ക ഇട്ട് കൊടുക്കണം. ആദ്യം ഞാൻ കുറച്ച് കൂർക്കയാണ് കേട്ടോ ഇട്ട് കൊടുക്കാൻ പോണത്. ഇനി അതിലേക്ക് ഇത്രയും ചല്ലി കഷ്ണങ്ങൾ, മെറ്റൽ കഷ്ണങ്ങളില്ലേ, അത് ഇട്ട് കൊടുക്കണം. 6-7 കഷ്ണങ്ങൾ ഇട്ട് കൊടുക്കാൻ കേട്ടോ. നന്നായിട്ട് ഈ ചല്ലി കഷ്ണങ്ങൾ കഴുകി സോപ്പിട്ട് കഴുകിയിട്ട് വേണം ഇട്ട് കൊടുക്കാനായിട്ട്. ഞാൻ ആദ്യം ഒരു 5 കഷ്ണം ഇട്ട് കുലുക്കിയപ്പോൾ മോളാണെങ്കിൽ 3 കഷ്ണം കൂടെ എടുത്തുകൊണ്ട് വന്ന് ഇതും കൂടി ഇടമാണ്. പിന്നെ അതും നന്നായിട്ട് കഴുകിയിട്ട് അതും കൂടി ഇത് ഇട്ട് കൊടുത്ത് നന്നായിട്ട് ഇതുപോലെ കുലുക്കിയെടുത്ത്. കുലുക്കുമ്പോൾ കുപ്പി നന്നായിട്ട് ഇറുക്കി അടച്ചിരിക്കണം. അതേപോലെ തന്നെ ഈ കുപ്പിക്ക് ഇത്തിരി കട്ടിയും വേണം കേട്ടോ. തീരെ ലോലമായിട്ടുള്ള പ്ലാസ്റ്റിക് കുപ്പി എടുക്കരുത്. ഇത്തിരി കട്ടിയുള്ള പ്ലാസ്റ്റിക് കുപ്പി തന്നെ നോക്കിയെടുക്കണേ. എന്നിട്ട് ഇതുപോലെ കുലുക്കിയെടുക്കാം. ഇതാ കൂർക്ക വൃത്തിയായണ്ട. ഇതിനെ ഞാൻ പാത്രത്തിലോട്ട് തട്ടി കൊടുക്കുവാണേ. നമ്മളെ മെറ്റൽ കഷ്ണങ്ങളും അതിലുണ്ട് കണ്ട, വൃത്തിയായണ്ട. ബാക്കിയുള്ള കൂർക്കയും കൂടെ ഇതുപോലെ വൃത്തിയാക്കിയെടുക്കാം. എന്താ ബാക്കിയുള്ള ഞാൻ അത്ര ഇട്ട് കൊടുത്തേട്ടാ. അത്ര ഇട്ട് കൊടുത്ത് വീണ്ടും ആ മെറ്റൽ കഷ്ണം ഇട്ട് കുലുക്കാം. പിന്നെ ഇത് നമ്മൾ കല്ലിൽ തുണികെട്ടി അടിക്കണതിനെക്കാട്ടിയും എളുപ്പമാണെന്ന് എനിക്ക് തോന്നണം ഇങ്ങനെ ചെയ്യുമ്പോഴേട്ടാ. അമ്മ പറഞ്ഞു തന്ന ഐഡിയയാണ്. പണ്ടൊക്കെ അവരങ്ങനെയൊക്കെയാണ് ചെയ്തിട്ടുള്ളതെന്ന്. നന്നായിട്ട് ഇതുപോലെ വീണ്ടും കുലുക്കിയെടുക്കണം. ഈ മെറ്റൽ കഷ്ണങ്ങളിട്ട് ഇങ്ങനെ കുലുക്കിയെടുത്തുകൊണ്ട് പ്രത്യേകിച്ച് വേറെ കുഴപ്പമൊന്നുമില്ല കേട്ടോ. ഈ മെറ്റൽ കഷ്ണങ്ങൾ പൊട്ടിപ്പോണേന്നുമല്ല, അതുപോലെ അതിൽ ഒരു വൃത്തികേടുമില്ല. ഞാൻ നന്നായിട്ട് കഴുകിയെടുത്തിട്ടുണ്ട് സോപ്പൊക്കെ ഇട്ടേ. ഇതാ രണ്ടാമതിട്ട് കുലുക്കിയതും നന്നായിട്ട് വൃത്തിയായി കിട്ടിയിട്ടുണ്ട്. ഇതാ ഇതിലോട്ട് ഇട്ട് കൊടുക്കുവാണ്. പിന്നെ ഈ മെറ്റലെന്ന് കേൾക്കുമ്പോൾ ഇരുമ്പിൻ്റെ എന്തെങ്കിലും ആണെന്നൊന്ന് വിചാരിക്കല്ലേ. നമ്മൾ കോൺക്രീറ്റിന് ഉപയോഗിക്കുന്ന ചല്ലിയാണ് കേട്ടോ. ആ മെറ്റൽ കഷ്ണങ്ങളാണ്. അതിട്ട് വേണം ഇതുപോലെ കുലുക്കാനായിട്ട് കേട്ടോ. ഇതാ ഇനി ഒരു പാത്രത്തിനകത്ത് വെള്ളം എടുത്തിട്ട് അതിലേക്ക് ഈ കൂർക്ക ഇട്ട് കൊടുക്കാമേ. വൃത്തിയാക്കിയെടുത്ത കൂർക്ക ഇട്ട് കൊടുക്കാം. ഇതാ എന്നിട്ട് ഇത് നന്നായിട്ടൊന്ന് തിരുമ്മി എടുക്കുമ്പോൾ കണ്ട അതിൻ്റെ മൊത്തം തോലും പോയിട്ടുണ്ട് കേട്ടോ. ഇതാ നമ്മൾ കല്ലിൽ തുണികെട്ടി അടിച്ചാലൊന്നും ഇത്രയും വൃത്തിയായി കിട്ടുമെന്ന് എനിക്ക് തോന്നണില്ല കേട്ടോ. അപ്പോൾ കുക്കറിട്ട് വേണമെങ്കിലും വേവിക്കാം. പക്ഷേ ഇത് ചില കൂട്ടാനും നമ്മൾ കുക്കറിട്ട് വേവിച്ച് കഴിഞ്ഞാൽ അത് ശരിയാവൂല. അതുകൊണ്ടാണ് ഞാൻ കുക്കറിട്ട് തോല് കളയാതെ ഇങ്ങനെ തന്നെ തോല് കളഞ്ഞത് കേട്ടോ. ഇതാ കൂർക്ക വൃത്തിയാക്കി കിട്ടിയിട്ടുണ്ട്. ഇതാ കൂർക്കയുടെ തോല് കളഞ്ഞ ഹീറോ താണ്ട നമ്മളെ ഈ മെറ്റലാണ് കേട്ടോ. കണ്ടോ? അപ്പോൾ ഇനി ഈ കൂർക്ക നന്നായിട്ട് കഴുകിയെടുത്താൽ മതി. തോല് കളഞ്ഞെടുത്ത കൂർക്ക നന്നായിട്ട് കഴുകിയതിന് ശേഷം കുറേ വെള്ളത്തിൽ കഴുകണം കേട്ടോ. എങ്കിലേ അതിൽ പറ്റി പിടിച്ചിരിക്കുന്ന മണ്ണിൻ്റെ അംശമൊക്കെ മാറുള്ളൂ. അത് കഴുകിയെടുത്തതിന് ശേഷം ഇതുപോലെ അരിഞ്ഞെടുക്കണം. കൂർക്ക മുഴുവനും ഇതുപോലെ അരിഞ്ഞെടുത്തതിന് ശേഷം വേവിക്കാനായിട്ട് വെക്കാം. വേവാൻ ആവശ്യമായിട്ടുള്ള വെള്ളം ഒഴിച്ചു കൊടുത്ത് കുറച്ച് മഞ്ഞൾപ്പൊടിയും കുറച്ച് ഉപ്പും കൂടെ ഇട്ട് കൊടുത്ത് വേവിക്കാൻ വെക്കാം കേട്ടോ. ഇനി ഒരു അര വേവായി വരുമ്പോൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാൻ വേണം നെത്തോലി കരുവാടാണ്. അതുകൊണ്ട് ഇതിൽ വേവിക്കാൻ വെക്കുമ്പോൾ കുറച്ച് ഉപ്പ് ചേർത്താൽ മതി. കാരണം നെത്തോലി കരുവാടിനകത്ത് ഉപ്പ് കാണുമല്ലോ. അപ്പോഴും നോക്കിയിട്ട് നമുക്ക് വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാമെന്നുള്ളതേ ഉള്ളൂ. അതുകൊണ്ട് കുറച്ച് ഉപ്പിട്ട് വേവിക്കാനായിട്ട് വെക്കാം. ഇത് അടച്ച് വെച്ച് വേവിക്കാമേ. ഇതൊരു അര വേവാകുമ്പോൾ നമുക്കിതിലേക്ക് നെത്തോലി കരുവാട് ചേർത്ത് കൊടുക്കേണ്ടതാണ്. അതുകൊണ്ട് ഇത് വേവണ സമയത്തിന് നെത്തോലി കരുവാട് ക്ലീൻ ചെയ്തെടുക്കാം. ഇതാണ് നെത്തോലി കരുവാടെന്ന് പറഞ്ഞാൽ നെത്തോലി ഉണക്കമീനാണ് ഏട്ടാ. ഞങ്ങൾ കരുവാടെന്നാണ് പറയണത്. ഈ പറഞ്ഞു വരുമ്പോൾ എൻ്റെ വയറ്റിൽ കരുവാടെന്നേ വരുള്ളൂ. അതുകൊണ്ടാണ് ഏട്ടാ. 2 പാക്കറ്റ് കരുവാടും അതിലേക്കിട്ട് നമുക്ക് വൃത്തിയാക്കി എടുക്കാമേ.
അതിൻ്റെ തലയും വാലും കളഞ്ഞ് മണ്ണൊക്കെ കളഞ്ഞ് നന്നായിട്ട് കഴുകിയെടുക്കാം. അപ്പോഴത്തേക്കും ഇതാ നമ്മുടെ കൂർക്ക വെന്തിട്ടുണ്ട്. നന്നായിട്ട് വെന്തുടഞ്ഞു പോകരുത്, അര വേവാകണം. ഇതാ കൂർക്ക അര വേവായിട്ടുണ്ട്. ഇനി അതിലേക്ക് വൃത്തിയാക്കി വെച്ചിരിക്കുന്ന നെത്തോലി കരുവാടും കൂടി ചേർത്ത് കൊടുക്കാം. ഇതാ അതും കൂടെ ചേർത്ത് കൊടുത്ത് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം അടച്ചു വയ്ക്കാം. കരുവാടും കൂർക്കയും കൂടെ വെന്ത് വരട്ടെ. ആ സമയത്തിന് നമുക്ക് അരപ്പ് തയ്യാറാക്കാം. അരപ്പിനായിട്ട് ഒരു അരമുറി തേങ്ങ ചിരകി എടുത്തിട്ടുണ്ട്. അതിലേക്ക് 1 ടീസ്പൂണോളം മുളക് പൊടി, കുറച്ച് മഞ്ഞൾപ്പൊടി, എരിവിന് ആവശ്യമായിട്ടുള്ള മുളക് പൊടി ഇടാം കേട്ടോ, കുറച്ച് ജീരകം, അതുപോലെ തന്നെ 3-4 അല്ലി വെളുത്തുള്ളി ചതച്ചത്, ഇതെല്ലാം കൂടി ചേർത്ത് കൊടുത്ത് നന്നായിട്ട് ഞെരടി യോജിപ്പിച്ചെടുക്കണം. അമ്മിക്കല്ലുണ്ടെങ്കിൽ ഒന്ന് അതിൽ വെച്ച് ചതച്ചെടുക്കാം കേട്ടോ. മിക്സിയിൽ അരച്ചെടുക്കണതിനെക്കാട്ടിയും അമ്മിക്കല്ലില്ലെങ്കിൽ ഇതുപോലെ ഞെരടി എടുക്കണേണ് എനിക്കിഷ്ടം കേട്ടോ. ഇതുപോലത്തെ തോരത്തിനൊക്കെ നന്നായിട്ട് ഞെരടി യോജിപ്പിച്ച് എടുക്കാം. തോരത്തിനുള്ള അരപ്പ് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് കൂർക്കയൊക്കെ വെന്താന്ന് നോക്കാം. ഇതാ കൂർക്കയും നെത്തോലി കരുവാടും നന്നായിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇനി അതിലേക്ക് അരപ്പും കൂടെ ചേർത്ത് കൊടുക്കാം. വെന്ത് ഉടഞ്ഞു പോണ്ട, നമുക്കറിയാലോ ഒരു പരുവാകുമ്പോൾ അത് വെന്ത് കാണും. അപ്പോൾ അതിലേക്ക് അരപ്പും കൂടി ചേർത്ത് കൊടുക്കാം. അരപ്പ് ചേർത്ത് കൊടുത്തതിന് ശേഷം നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കണം. ഈ സമയം ഉപ്പുണ്ടോയെന്നും കൂടി ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കണേ. ഉപ്പ് കുറവാണെങ്കിൽ കുറച്ച് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കണം. അത് നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കണം. ഈ നെത്തോലി കരുവാടിന് അധികം ഉപ്പില്ലായിരുന്നു, അതുകൊണ്ടാണ് ഇതാ കുറച്ച് ഉപ്പും കൂടി ചേർത്ത് കൊടുത്ത് വീണ്ടും ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം ഒന്ന് അരപ്പൊക്കെ അനന്ന് വരാനായിട്ട് കുറച്ച് സമയം അടച്ചു വയ്ക്കാം. ടേസ്റ്റ് ചെയ്ത് നോക്കിയപ്പോൾ ഉപ്പ് കുറവായിരുന്നു, അങ്ങനെ കുറച്ച് ഉപ്പും കൂടെ ചേർത്ത് കൊടുത്ത് കേട്ടോ. എന്നിട്ട് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം കുറച്ച് സമയം അടച്ചു വയ്ക്കാം. അരപ്പൊക്കെ ഒന്ന് അനന്ന് വരട്ടെ. ഇതാ അരപ്പൊക്കെ ഒന്ന് അനന്ന് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിനെ ഇളക്കി കൊടുക്കാം. വെള്ളം ഉണ്ടെങ്കിൽ തീ കൂട്ടി വെച്ച് വെള്ളം വറ്റിച്ചെടുക്കാം കേട്ടോ. കുറച്ച് വെള്ളമുണ്ട്, അതുകൊണ്ട് ഞാൻ തീ കൂട്ടി വെച്ച് വെള്ളം വറ്റിച്ചെടുക്കുകയാണ്. വെള്ളമൊക്കെ വറ്റി കിട്ടിയിട്ടുണ്ട്. ഇതിലേക്ക് കടുക് വറുത്ത് ഇടാം. നെത്തോലിയും ശീമക്കിഴങ്ങ് എന്ന് വിളിക്കുന്ന കൂർക്കയും കൂടെ ഇട്ട് തോരൻ ഉണ്ടാക്കിയിട്ടുണ്ട്. ചോറുണ്ണാൻ അടിപൊളി തോരനാണ് കേട്ടോ. അപ്പോൾ ഇത് വാങ്ങി വെച്ചതിന് ശേഷം ഇതിലേക്ക് കടുക് വറുത്തും കൂടി ഒഴിക്കാം. ഇനി ഇതിലേക്ക് കടുക് വറുക്കാം. അതിനായിട്ടൊരു പാൻ അടുപ്പത്ത് വെച്ച് അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുവാണ്. വെളിച്ചെണ്ണ ഒന്ന് ചൂടായി വരുമ്പോൾ അതിലേക്ക് കടുകിടാം. കടുകൊന്ന് പൊട്ടി വരുമ്പോൾ അതിലേക്ക് 2-3 വറ്റൽമുളകും കൂടി ഇട്ട് കൊടുത്ത് വറ്റൽമുളകൊന്ന് മൂത്ത് വരുമ്പോൾ അതിലേക്ക് ചെറിയ ഉള്ളി അരിഞ്ഞതിട്ട് ഒന്ന് മൂപ്പിച്ചെടുക്കണം. ഇതാ മുളകൊന്നും മൂത്ത് വന്നിട്ടുണ്ട്. അതിലേക്ക് അരിഞ്ഞു വെച്ച ചെറിയ ഉള്ളിയും കൂടി ചേർത്ത് കൊടുക്കാം. ചെറിയ ഉള്ളിയും കൂടി ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കണം. ഇതാ കടുക് വറുത്തത് റെഡിയായി. ഇനി ഇത് നമുക്ക് നേരത്തെ തയ്യാറാക്കി വെച്ചിരിക്കുന്ന തോരത്തിലേക്ക് ഒഴിച്ചു കൊടുക്കാം. തോരത്തിലേക്ക് ഒഴിച്ചു കൊടുത്ത് ഒന്ന് ഇളക്കി യോജിപ്പിച്ച് എടുക്കാം. ഇതാ ഇളക്കി യോജിപ്പിച്ചെടുത്ത് കഴിഞ്ഞാൽ നല്ല ചൂട് ചോറിൻ്റെ കൂടെ കഴിക്കാൻ പാകത്തിന് നല്ലൊരു കൂർക്കയും നെത്തോലി കരുവാടും കൂടി ഇട്ട തോരൻ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ. അതുപോലെ എൻ്റെ വീഡിയോയ്ക്ക് ലൈക്കും കമൻറ്റും ഷെയറും ഒക്കെ കൊടുക്കണേ. അതുപോലെ തന്നെ ഫസ്റ്റ് ടൈമാണ് എൻ്റെ വീഡിയോ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ഇനി അടുത്ത വീഡിയോയിൽ കാണുന്നത് വരെ എല്ലാവർക്കും എൻ്റെ നന്ദി. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.